ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഒന്നാം ക്ലാസ്സിലെ സൺഡേ കേറ്റീസം ആനുവൽ എക്സാം 2007 ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പരിചയപ്പെട്ടാലോ. ഒന്നാമത്തെ സെക്ഷൻ പേര് പറയുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ദൈവത്തിൻ്റെ ഭവനം, സ്വർഗം അല്ലെങ്കിൽ ദേവാലയം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ണി പിറന്നത് എവിടെയാണ്? ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ. 3 ഈശോയുടെ അമ്മ ആരാണ്? മറിയം. 4 ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഏതാണ്? സ്വർഗസ്ഥനായ പിതാവേ. 5 ഈശോയെപ്പോലെ പാവങ്ങളെ സ്നേഹിച്ച ഒരമ്മ, വിശുദ്ധ മദർ തെരേസ. 6 അനുസരണത്തിന് മാതൃക കാണിച്ചു തന്നതാരാണ്? ഈശോ. 7 ആരാണ് നമ്മെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നത്? ഈശോ. 8 മാമോദീസയിലൂടെ നാം ആരായിത്തീരുന്നു? ദൈവമക്കൾ. 9 ദൈവരാജ്യം ആരെപ്പോലെയുള്ളവരുടേതാണ്? ശിശുക്കളെപ്പോലെ. 10 നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്താണ്? ദൈവത്തോടു കൂടെ ആയിരിക്കുക. ഈ സെക്ഷനിൽ 10 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതം 10 മാർക്കാണ് ഈ സെക്ഷനിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ സെക്ഷനിലേക്ക് കടക്കാം. പൂരിപ്പിക്കുക. 11 ഡാഷ് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കുന്നു? ഈശോ. 12 ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം ഡാഷ് സ്നേഹിക്കുവിൻ. 13 ഡാഷ് സ്വർഗത്തിൽ വസിക്കുന്നു? ദൈവം. 14 ദൈവത്തിൻ്റെ ആത്മാവാണ് ഡാഷ്? പരിശുദ്ധാത്മാവ്. 15 ഈശോയുടെ പിറന്നാളാണ് ഡാഷ്? ഡിസംബർ 25 ക്രിസ്തുമസ്. ഈ സെക്ഷനിൽ 5 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതം 10 മാർക്കാണ് ഈ സെക്ഷനിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ സെക്ഷനിലേക്ക് കടക്കാം. ഉത്തരം പറയുക. 16 എങ്ങനെയുള്ള കുട്ടികളെയാണ് ഈശോ ഇഷ്ടപ്പെടുന്നത്? ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 59 അതിൻ്റെ ആൻസർ ഉണ്ട്. 17 പിതാവായ ദൈവം ഈശോയെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 49 അതിൻ്റെ ആൻസർ ഉണ്ട്. 18 വലിയ കുരിശടയാളം വരച്ച് കാണിക്കുക. അപ്പോൾ ഓരോരുത്തരും വലിയ കുരിശടയാളം വരച്ച് കാണിക്കുക. ഓക്കെ. 19 ഉചിതമായ പദം എടുത്തെഴുതുക. ഞാൻ ദൈവത്തെ ഡാഷ്, ദൈവവചനം ഡാഷ്, ദൈവത്തോടു ഡാഷ്. അവിടെ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നു കേൾക്കും, സ്തുതിക്കും, പ്രാർത്ഥിക്കും. അപ്പോൾ ഇതിന് ഉചിതമായത് എടുത്തെഴുതണം. ആദ്യം ഞാൻ ദൈവത്തെ സ്തുതിക്കും. രണ്ടാമത് ദൈവവചനം കേൾക്കും. മൂന്നാമത് ദൈവത്തോടു പ്രാർത്ഥിക്കും. ഓക്കെ. ഈ സെക്ഷനിൽ 4 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഓരോ ക്വസ്റ്റ്യനും 5 മാർക്ക് വീതം 20 മാർക്കാണ് ഈ സെക്ഷനിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി നമുക്ക് നാലാമത്തെ സെക്ഷനിലേക്ക് കടക്കാം. കളങ്ങൾ നിറയ്ക്കുക. 20ാമത്തെ ക്വസ്റ്റ്യൻ എപ്പോഴൊക്കെയാണ് നാം പ്രാർത്ഥിക്കുന്നത് എന്ന് എഴുതുക. ഞാൻ പ്രാർത്ഥിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ. പിന്നെ ഈ ചിത്രത്തിൽ ബാക്കിയുള്ള കോളങ്ങളിൽ നമ്മൾ പറയണം. 6 കോളങ്ങളിൽ നമ്മൾ പറയണം. ഞാൻ പ്രാർത്ഥിക്കും എപ്പോഴൊക്കെയാണ് നാം പ്രാർത്ഥിക്കുന്നതെന്ന് 6 പോയിന്റ് നാം പറയണം. ഈ ക്വസ്റ്റ്യന് 10 മാർക്കാണ് കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. ബൈ.